ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 2 രണ്ടാം ഘട്ട പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു വീഡിയോ. നല്ല മോട്ടിവേറ്റഡ് ആയ നാളത്തെ പരീക്ഷ നിങ്ങൾ എഴുതിക്കുക എന്നുള്ളൊരു ഒറ്റ പർപ്പസ് മാത്രമേ ഈ ഒരു വീഡിയോയ്ക്കുള്ളൂ. അതിന് കൂടെ സ്ട്രെസ് മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ് ഒക്കെ നമ്മൾ ചർച്ച ചെയ്യും. പരീക്ഷ എത്തി, അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം യൂട്യൂബിൽ നിന്ന് കറങ്ങാതെ പെട്ടെന്ന് ഈ വീഡിയോ കണ്ട് ചാർജായി പോയി നിങ്ങൾ പഠിച്ചോണം. ഓക്കെ, പിന്നീട് അധിക സമയം യൂട്യൂബിൽ കറങ്ങി നിൽക്കേണ്ട, എക്സാം ആണല്ലോ. നിങ്ങൾക്ക് പേടിയുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എക്സാം അടുത്തു, ഇനി എന്ത് ചെയ്യും, തോറ്റു പോകുമോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണോ, അല്ലെങ്കിൽ പഠിച്ചതൊക്കെ വേസ്റ്റ് ആവുമോ, ഇങ്ങനെയൊക്കെയുള്ള പേടി നിങ്ങളുടെ മനസ്സിലുണ്ട്. അതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, അറിയാത്ത ചോദ്യങ്ങളൊക്കെ വന്നാൽ എന്ത് ചെയ്യുന്നുള്ള ടെൻഷൻ. ഇതൊക്കെ നമുക്ക് ഇന്ന് പരിഹരിക്കാം. നിങ്ങൾ ആരും ഒറ്റയ്ക്കാണെന്നുള്ളൊരു ചിന്ത വേണ്ട. നിങ്ങളുടെ മാതാപിതാക്കളുടെ ഒരു അനുഗ്രഹം, നിങ്ങൾ നന്നായി കാണുമെന്ന് ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാർ ലോകത്തുണ്ട്. നിങ്ങളുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം, ഇതെല്ലാം നിങ്ങളുടെ കൂടെ നാളത്തെ എക്സാമിൽ ഉണ്ടാവും. ഇതിനേക്കാളും ഒക്കെ മുകളിലാണ് നിങ്ങൾ എടുത്തിട്ടുള്ള ഹാർഡ് വർക്ക്. അത്യാവശ്യം പഠിച്ചിട്ടുള്ള കുട്ടികളെ പറ്റിയാണ് ഞാൻ പറയുന്നത്, പഠിക്കാത്തവരെ പറ്റി നമുക്ക് ഈ വീഡിയോ ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എടുത്തിട്ടുള്ള ഹാർഡ് വർക്ക് ഒന്നും വേസ്റ്റ് ആവില്ല. നമ്മൾ ലൈഫിൽ എടുക്കുന്ന എഫേർട്ട് അതൊന്നും വേസ്റ്റ് ആവില്ല. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്ന പോലെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും അത് കൺസർവ് ചെയ്യപ്പെടും. അത് മാർക്കായിട്ട് നാളത്തെ പരീക്ഷയിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് കുറച്ച് സമാധാനമായിട്ട് പരീക്ഷ എഴുതണം. സ്ട്രെസ്സും ഒക്കെ മാനേജ് ചെയ്ത് ടൈം കറക്റ്റ് രീതിയിൽ മാനേജ് ചെയ്ത് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പഠിച്ച ഓരോ ഫാക്ടുകളും നിങ്ങൾക്ക് നാളത്തെ പരീക്ഷയിൽ മാർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ അംഗമല്ലാത്ത ആൾക്കാർ ടെലിഗ്രാം ചാനലിലെ മെമ്പേഴ്സ് ആവുക. ഡെയിലി മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ തരുന്നുണ്ട് കേട്ടോ. അപ്പൊ നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. നമുക്ക് സമയത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറയാറുണ്ട് അല്ലെ? ഇപ്പൊ നമുക്കും ലോകത്തിലെ എല്ലാവർക്കും, അംബാനിക്കും നമുക്കും പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കും ഇപ്പം പുതുതായിട്ട് വന്ന നിയുക്ത കേരള ചീഫ് മിനിസ്റ്റർക്കും എല്ലാവർക്കും എന്താണ്, ഡെയിലി 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ആർക്കും എക്സ്ട്രാ ടൈം ഒന്നും കിട്ടത്തില്ല. ഈ സമയം ഒരു 25 മണിക്കൂറാക്കിയാൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഒരു ദിവസം അല്ലെ? ഇത് ഇമ്പോസിബിൾ ടാസ്ക് ആണ്. എല്ലാവർക്കും ഉള്ള സമയം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തന്നിട്ടുള്ള സമയം കൃത്യമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ എക്സാം ഹോൾ പ്രത്യേകിച്ചും പരീക്ഷ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഒരു 1.25 മണിക്കൂറുള്ള ഒരു എക്സസൈസ് ആണ് അല്ലേ? നിങ്ങൾ എത്ര പഠിച്ചു എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല. 1.25 മണിക്കൂർ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു, അതാണ് നിങ്ങളുടെ വിധി നിശ്ചയിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് എന്ന് തോന്നുന്ന സബ്ജക്ട് അറ്റൻഡ് ചെയ്യാൻ നിൽക്കില്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം, മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് കട്ടിയായിട്ട് തോന്നുന്ന സബ്ജക്ട് ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് സ്റ്റാർട്ട് ചെയ്യരുത്. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഫോർമാറ്റ് ഞാൻ പറയാം. GK ടോപ്പിക്സ് സ്ട്രോങ് ആയിരുന്നതുകൊണ്ട് തന്നെ ഞാൻ GK ഏരിയ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ റീസണിങ് നോക്കും. മാത്സ് വിട്ടിട്ട് ഞാൻ റീസണിങ് ഏരിയ മാത്രം നോക്കും. പിന്നെ ഇംഗ്ലീഷ്, മലയാളം. പിന്നീട് അവസാനമുള്ള സമയമാണ് ഞാൻ മാത്തമാറ്റിക്സ് നോക്കുക. എന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ആവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സബ്ജക്റ്റ് ആവാൻ ഡിഫിക്കൽട്ട്, അപ്പൊ നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ട ഒരൊറ്റ പോയിന്റേ ഉള്ളൂ. അതിലധികം സമയം കളയില്ല. എല്ലാവർക്കും കിട്ടേണ്ടുന്ന മാർക്ക് അതിൽ ഞാൻ ഒപ്പിച്ചെടുക്കും. മാത്സിനകത്ത് 10 ചോദ്യത്തിനകത്ത് 2-3 ചോദ്യം വളരെ ഈസി ആയിരിക്കും. എനിക്ക് ആ 3 മാർക്ക് എനിക്ക് വേണം. എല്ലാവർക്കും കിട്ടാൻ സാധ്യതയുള്ള 3 മാർക്ക് എനിക്ക് വേണം. അത് ഡിഫിക്കൽട്ട് ചോദ്യം കണ്ടാൽ ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചോദ്യത്തിലോട്ട്, അത് ഡിഫിക്കൽട്ട് അത് സ്കിപ്പ് ചെയ്യും. അങ്ങനെ എളുപ്പമുള്ള 2-3 ചോദ്യങ്ങൾ പെട്ടെന്ന് സ്കാൻ ചെയ്ത് കണ്ടിട്ട് അതിന്റെ സൊല്യൂഷനിലേക്ക് വരും. എല്ലാ സബ്ജക്റ്റും സ്ട്രോങ് ആയിട്ടുള്ള ആരും ഇല്ല. എല്ലാവർക്കും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും വീക്ക്നെസ് കാണും. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ടൈം പ്രോപ്പർട്ട് മാനേജ് ചെയ്യുക. എക്സാം ഹോളിൽ ക്ലോക്ക് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, ഡസന്റ് മാറ്റർ. ആ ബെല്ല് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. പിന്നെ എക്സാം ഹോളിൽ ഇരിക്കുന്ന ഇൻവിജിലേറ്ററിന്റെ അടുത്ത് സമയം ചോദിക്കുന്നത് തെറ്റൊന്നുമില്ല. മനസാക്ഷിയുള്ള ആൾക്കാരാണ് കൂടുതലും, അവർ നിങ്ങൾക്ക് സമയമൊക്കെ പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ അതാണ് ടൈം മാനേജ്മെന്റിന്റെ കാര്യത്തിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം. ഇനി സ്ട്രെസ് മാനേജ്മെന്റ് ആണ്. ടെൻഷൻ, ആൻസൈറ്റി, പേടി, ഭയം, ഇതൊക്കെയാണ് നിങ്ങളെ അലട്ടുന്ന കാര്യം അല്ലെ? ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങൾക്ക് ഇപ്പൊ ഒന്ന് കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യാമോ? നിങ്ങൾ മെയിൻസ് പരീക്ഷ എഴുതുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം. പ്രിലിംസ് അല്ലേ എഴുതാൻ പോകുന്നത്, അപ്പൊ ഞാൻ എന്താ മെയിൻസ് പരീക്ഷ എഴുതുന്നത് വിഷ്വലൈസ് ചെയ്യുന്നത്? നിങ്ങളൊന്ന് ആലോചിക്കുക. മെയിൻസ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പ്രിലിംസ് ഒരു കടമ്പയാണോ? നിങ്ങൾ ഉറപ്പിക്കുക, നിങ്ങൾ മെയിൻസ് പരീക്ഷ എഴുതുമെന്ന് ഉറപ്പിക്കുക. പരീക്ഷാ ഹോളിൽ കയറിയതിനു ശേഷം ഈ ഒരു എക്സസൈസ് ചെയ്യണം. ഞാൻ പല വീഡിയോസിലായിട്ട് പറയുന്നൊരു കാര്യം ഇതാണ്, വളരെ പവർഫുൾ ആയത്. കാരണം നമ്മുടെ സ്ട്രെസ്, ആങ്സൈറ്റി എല്ലാം നമ്മൾ പലപ്പോഴും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ത്രെറ്റ്, അതിനെ കാണുമ്പോഴാണ് നമുക്ക് പേടിക്കുന്നത്. പട്ടി കടിക്ക് വരുന്നത് എന്ത് ചെയ്യും? 10 കിലോമീറ്റർ അപ്പുറത്തുള്ള പട്ടിയെ നമ്മൾ പേടിക്കത്തില്ല അല്ലെ? സോ ഇതൊക്കെ നമ്മുടെ ബ്രെയിൻ കെമിസ്ട്രിയെ മാറ്റാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ അയ്യോ ഈ പരീക്ഷ ഇപ്പോൾ എഴുതണമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ ആ സമയം കൊണ്ട് മെയിൻസ് പരീക്ഷ എഴുതുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം. മെയിൻസ് പരീക്ഷയുടെ ഹോളിലേക്ക് കയറുന്ന എക്സാം ഹോളിൽ അത് നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യാം. പിന്നീട് രണ്ടാമത് വിഷ്വലൈസ് ചെയ്യണമെന്നൊരു കാര്യം, അത് ഇന്നും നിങ്ങൾ ചെയ്യണം, നാളെയും ചെയ്യണം. വളരെ ഹാപ്പി ആയിട്ട് എക്സാം എഴുതുന്ന വിഷ്വലൈസ് ചെയ്യണം. നമുക്കറിയാം, നമ്മൾ എക്സാം എഴുതുമ്പോൾ നമ്മൾ വളരെ ആങ്സൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിരിക്കും. ഒരു പൊടിക്ക് സ്ട്രെസ് നല്ലതാണ്, നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും ആക്യുറസിയും കൂട്ടാൻ സ്ട്രെസ്സിന് സഹായിക്കും. പക്ഷെ അത് കൂടുതലാവുമ്പോൾ പ്രശ്നം. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതിന്റെ കാര്യം, വിഷ്വലൈസ് ചെയ്യുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് എക്സാം എഴുതുന്നത് വിഷ്വലൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം, ഒരു ചിക്കൻ ബിരിയാണി കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടം വരും? വേഗൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം,
അപ്പൊ ആ ഒരു സന്തോഷത്തോടു കൂടി ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അത് വളരെ പവർഫുൾ ആണ്. ഈ ഒളിമ്പിയൻസ് ഒക്കെ ഉണ്ടല്ലോ, നിങ്ങളെക്കാളും ടെൻഷനുള്ള പണിയാണ് ഒളിമ്പിയൻസിൻ്റെത്, അല്ലെങ്കിൽ ഈ F1 ഫോർമുല റേസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ അവരൊക്കെ വളരെ റിസ്കി ആയിട്ടുള്ള കാര്യം ചെയ്യാൻ പോകുന്നതിനും അല്ലെങ്കിൽ ഭയപ്പെടുന്ന കാര്യം ചെയ്യാൻ പോകുന്നതിനും ഇത്തരത്തിലുള്ള പല എക്സസൈസും ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങളും ഇതൊക്കെ സിമുലേറ്റ് ചെയ്യുക. ഇതൊക്കെ എക്സാം ഹോളിൽ കയറിയിട്ട് പേപ്പർ കിട്ടാൻ നമുക്ക് എന്തായാലും കുറച്ച് സമയം എടുക്കും. ആ സമയത്ത് യൂസ് ചെയ്യുക. ഇന്ന് നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. കട്ടയ്ക്ക് ഇതങ്ങ് ഫോളോ ചെയ്യുക. അപ്പൊ സ്ട്രെസ് ഒക്കെ നിങ്ങൾക്ക് അങ്ങ് അലിഞ്ഞങ്ങ് മാറും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ എപ്പോഴും സെൽഫ് ഹഗ് ചെയ്യുക. എക്സാം ഹോളിൽ ഒറ്റയ്ക്കായി തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, സ്വയം വാരി അങ്ങ് പുണരുക, സെൽഫ് ഹഗ് ചെയ്യുക. ഭയങ്കരമായിട്ട് നമ്മുടെ തലച്ചോറിനെ കൂളാക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ. അപ്പൊ അതാണ് സ്ട്രെസ് മാനേജ്മെന്റ് കാര്യം എനിക്ക് പറയാനുള്ളത്. പിന്നീട് പ്രസൻസ് ഓഫ് മൈൻഡ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ്. ചില ചോദ്യങ്ങളിനകത്ത് കറക്റ്റ് ആൻസർ അല്ലെങ്കിൽ റോങ് ആൻസർ കണ്ടെത്താനാണ് ചോദിക്കുന്നത്. നമ്മൾ കറക്റ്റ് ആൻസർ കണ്ടെത്തിയിട്ട് പോകും. അപ്പോൾ എക്സാം ഹോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ആണ്. അപ്പൊ അത് കീപ്പ് ചെയ്യണം. അതിന് ഒരു ലേസർ ഷാർപ്പ് ഫോക്കസോട് കൂടി തലച്ചോറിന് വയ്ക്കണം. നിങ്ങളോട് ചെയ്യേണ്ടുന്ന കാര്യം, എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പ് ഒരു 10 ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് കയറാവും. തലച്ചോറിന് ഷാർപ്പ് ഒന്ന് വാമപ്പ് ആക്കി വയ്ക്കുക, ഷാർപ്പാക്കി വയ്ക്കുക. നിങ്ങൾ ഓൾറെഡി വർക്കൗട്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ആവണം കേട്ടോ. അല്ലാതെ അറിയാത്ത ചോദ്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്ത് തെറ്റി കഴിഞ്ഞാൽ പണിയിട്ട്. അത് ഒരു വാമപ്പ് പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്നത്, അല്ല, ഒരു വാമപ്പ് ആവാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ കൃത്യമായിട്ടും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കുക. മാത്സിന്റെ തലച്ചോറിന് വാമപ്പ് ആവും, അല്ലെ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ലെങ്കിൽ 10 സില്ലി മാത്സ് ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. നല്ല രീതിയിൽ നമ്മുടെ ബ്രെയിൻ വാമപ്പായി ഷാർപ്പായിട്ടിരിക്കും. അപ്പൊ ഇതൊക്കെ ചില ലൊട്ടിലൊടുക്കുക ടെക്നിക്സ് ആണ് കേട്ടോ, പ്രസൻസ് ഓഫ് മൈൻഡ് കൂട്ടാനുള്ളത്. എന്തായാലും ചോദ്യപേപ്പർ മസ്റ്റ് ആയിട്ട് വായിക്കാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യത്തെ ചോദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. സാരമില്ല, അത് സ്കിപ്പ് ചെയ്തിട്ട് ചോദ്യത്തിലേക്ക് പോകുള്ളൂ. താഴെ സൈക്കോമെട്രിക് ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നത്. ഞങ്ങളുടെ എത്രയോ ടെസ്റ്റ് സീരീസ് ഇടുന്നതാണ്. നമുക്ക് കൃത്യമായിട്ട് അതിന്റെ സൈക്കോളജി അറിയാം. ആദ്യത്തെ ഒരു 10 ചോദ്യം ഡിഫിക്കൽട്ട് ആക്കി വയ്ക്കും, പക്ഷേ ഈസി ചോദ്യങ്ങൾ താഴോട്ട് കാണും. നമ്മൾ അത് കണ്ടെത്തി പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു ടാക്ടിക്സ്, അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഫിഡൻസും ലേസർ ഷാർപ്പായിട്ടുള്ള മൈൻഡോടും കൂടി എക്സാം ഹോളിലേക്ക് പോയാൽ മതി. എല്ലാം സെറ്റാണ്. അവസാനമായി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഒരു ഗോൾഡൻ റൂളാണ്. എക്സാം ഹോളിലെ നിങ്ങളുടെ പെർഫോമൻസ് എക്സാമിന് മുമ്പുള്ള നിങ്ങളുടെ അവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, സമ്മതിക്കുന്നു. പക്ഷെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന് ശേഷമുള്ള നിങ്ങളുടെ അവസ്ഥ. ഇത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല, പക്ഷെ പല ആൾക്കാരും ഇപ്പോൾ ഇത് ചെയ്യാറില്ല. അതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു വാക്ക് ഇതാണ്: എക്സാം എഴുതി കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ആലോചിച്ച് വ്യാകുലപ്പെട്ട് കട്ട് ഓഫിന്റെ പുറകെ പോയി, ആൻസർ കീയുടെ പുറകെ പോയി, എടാ നിനക്ക് ഇതിന്റെ ആൻസർ കിട്ടി, എടി നിനക്ക് ഇതിന്റെ ആൻസർ കിട്ടി, അങ്ങനെയൊക്കെ ചിന്തിച്ച് വഷളാക്കത്തില്ല, കോളമാക്കത്തില്ല. നിങ്ങൾക്ക് തന്നെ ഉറപ്പ് കൊടുക്കണം. കാരണം എക്സാം ഹോളിൽ എക്സാം എഴുതിയതിന് ശേഷമുള്ള നമ്മുടെ മൊമെന്റ്സ് ഉണ്ടല്ലോ, അത് നമ്മുടെ എക്സാം ഹോളിനെ പെർഫോമൻസിനെ ബാധിക്കും. നമ്മൾ ഇത് ചെയ്യത്തില്ല നമ്മൾ ഉറപ്പിച്ച് എക്സാം എഴുതി കഴിഞ്ഞാലേ പിന്നെ കുറെ കൂടെ പെർഫെക്റ്റ് നമുക്ക് എക്സാം എഴുതാൻ പറ്റും. ഞങ്ങളൊക്കെ എക്സാം എഴുതിയിട്ട് ഇറങ്ങി ഓടുമായിരുന്നു, ആരോടൊന്നും സംസാരിക്കത്തില്ല, ഒരു നെഗറ്റീവ് ചിന്തയ്ക്ക് സ്ഥാനമില്ലാത്ത രീതിയിൽ. അത് വളരെ നല്ല രീതിയിൽ എനിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എക്സാം കഴിഞ്ഞാൽ പിന്നെ ഇപ്പം സ്റ്റുഡൻസിന്റെ നിർബന്ധപ്രകാരം ഒരുപക്ഷെ ഞങ്ങൾ കട്ട് ഓഫ് പ്രഡിക്ഷൻ നടത്തിയെന്ന് വരാം, അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് വെച്ചിട്ട്. പക്ഷെ നിങ്ങൾ അത് നോക്കിയിരിക്കണ്ട, നിങ്ങൾ അത് കാണണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾ എന്താ, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ: നിങ്ങൾ നാളത്തെ എക്സാം എഴുതി കഴിഞ്ഞാൽ സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങും എന്നൊരു വാക്ക് സ്വയം അങ്ങ് കൊടുക്കുക. ഒരുപക്ഷെ വീട്ടുകാരിൽ അത്ര വേണ്ടപ്പെട്ടവരൊക്കെ ആങ്സൈറ്റിയോട് എടാ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം, എക്സാം ഒക്കെ എഴുതിയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടുന്ന മറുപടി മാത്രം കൊടുക്കുക. അതല്ലാതെ ഒരു രീതിയിലുള്ള അനാവശ്യമായിട്ടുള്ള അയവറക്കലിനും പോവില്ല എന്ന് ഉറപ്പിച്ച് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ എക്സാം ഹോളിൽ നിങ്ങളുടെ പെർഫോമൻസ് 10 മടങ്ങ് കൂടും. നാളെ ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയോ. ഓക്കെ, അപ്പൊ ഇത്രയാണെങ്കിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പൊ ഈ രീതിയിൽ ടാക്ടിക്കലായിട്ട് അടിപൊളിയായിട്ട് നാളത്തെ എക്സാം എഴുതും എന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പ് കൊടുക്കുക. അതിന് കമന്റ് സെക്ഷനിൽ വിൻ എന്ന് കമന്റ് ചെയ്യുക. കാര്യം നമ്മൾ എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ തലച്ചോറിന് ഇൻഫ്ലുവൻസുള്ള കപ്പാസിറ്റി ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ തന്നെ കമന്റ് സെക്ഷനിൽ വിൻ എന്ന് കമന്റ് ചെയ്യുക. ഇത് ഉറങ്ങുന്നതിന് മുമ്പും നിങ്ങളുടെ ഡയറിയിൽ ഞാൻ ഈ പരീക്ഷ ജയിക്കും എന്ന് 10 തവണ എഴുതിയിട്ട് ഉറങ്ങാവും. അതിനൊക്കെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കും. So all the best, push the competition.